സസ്പെൻസുകൾക്കൊടുവിൽ പത്തനംതിട്ട സിപിഎമ്മിന് പുതിയ നേതൃത്വം. മുൻ എംഎൽഎ രാജു എബ്രഹാമിനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. 6 പുതുമുഖങ്ങളാണ് ജില്ലാ കമ്മിറ്റിയിലുള്ളത്. അച്ചടക്ക നടപടി നേരിട്ട തിരുവല്ല മുൻ ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണിയും കമ്മിറ്റിയിലുണ്ട്. കെ.പി. ഉദയഭാനു ഉൾപ്പെടെ 6 പേരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. ഇതൊരു പദവിയായി ഞാൻ ഒരിക്കലും കാണുന്നില്ല. ഇതൊരു ചുമതലയായിട്ടാണ് ഞാൻ കാണുന്നത് സംഘടനാ പ്രവർത്തന രംഗത്ത്. അപ്പോൾ അത് കഴിഞ്ഞ മുൻ ജില്ലാ സെക്രട്ടറി കെ.പി. ഉദയഭാനു വലിയൊരു മാതൃക ജില്ലയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അത് വിശ്രമരഹിതമായ സംഘടനാ പ്രവർത്തനം. അത്രയുമൊന്നും വരാൻ കഴിയില്ലെങ്കിൽ പോലും നമുക്ക് ഈ ജില്ലയിലെ സംഘടനാ പ്രവർത്തനം കൂടുതൽ കരുത്തുറ്റതാക്കി വലിയ ബഹുജന അടിത്തറയുള്ള ഒരു പാർട്ടി എന്ന നിലയിലേക്ക് ജില്ലയിലെ പാർട്ടിയെ കൊണ്ടുവരിക എന്നുള്ള പ്രധാനപ്പെട്ട ദൗത്യമാണ് നമ്മൾ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് നന്ദുഷായും സൈലാബ്ദീനും ചേരുന്നുണ്ട്. ആദ്യം നന്ദുഷയിലേക്ക്. നന്ദുഷ, ഇവിടെ പുതിയ നേതൃത്വം വരുമ്പോൾ ആരൊക്കെയാണ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്? എങ്ങനെയായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലുകൾ? ദിവ്യ, സസ്പെൻസുകൾക്കൊടുവിൽ പത്തനംതിട്ട ജില്ലാ സമ്മേളനം പര്യവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും ജില്ലാ സെക്രട്ടറിയായി മുൻ എംഎൽഎ രാജു എബ്രഹാമിനെയാണ് നിലവിൽ സമ്മേളനം തെരഞ്ഞെടുത്തിരിക്കുന്നത്. 25 വർഷത്തോളം റാന്നി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ ഉണ്ടായിരുന്ന ആളാണ് രാജു എബ്രഹാം. 25 വർഷക്കാലത്തെ ഒരു പാർലമെന്റേറിയൻ അനുഭവങ്ങൾ കൂടി ഇനിയുള്ള കാലത്ത് സംഘടനാ തലപ്പത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് മുതൽക്കൂട്ടാവും. ആദ്യ ദിവസം മുതൽ തന്നെ ഉയർന്നു കേട്ട പേരാണ് രാജു എബ്രഹാമിൻ്റേത്. എന്നാൽ മറ്റ് പ്രബല പക്ഷങ്ങളുടെ നേതാക്കളുടെ പേരും ഇതിനോടൊപ്പം ഉയർന്നു കേട്ടിരുന്നു. ആർ സനൽകുമാറിൻ്റെയും ഹർഷകുമാറിൻ്റെയും ടി.ഡി. ബൈജുവിൻ്റെയും അതോടൊപ്പം മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മനാഥിൻ്റെ പേരും ഒക്കെ തന്നെ ഉയർന്നു കേട്ടിരുന്നു. ഏതായാലും ഇതിനൊക്കെ ഈ അവ്യക്തതകൾക്കൊക്കെ അവസാനമായപ്പോഴേക്കും ഒരു വ്യക്തതയുള്ളൊരു പേരിലേക്ക് എത്തുകയായിരുന്നു. സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഒരു തെരഞ്ഞെടുപ്പ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സെക്രട്ടറി തെരഞ്ഞെടുപ്പാണ്. സെക്രട്ടറിയെ തെരഞ്ഞെടുപ്പിലേക്കൂടെ അല്ലാതെ തന്നെ ഐക്യകണ്ഠേന തെരഞ്ഞെടുക്കുന്ന ഒരു സംഭവം. ശരി നന്ദുഷ. സൈലാബ്ദീൻ ചേരുന്നുണ്ട്. സൈഫ് 3 ടേം പൂർത്തിയാക്കിയ നിലവിലെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഉദയഭാനുവിനെ മാറ്റുന്നു. അത് 3 ടേം എന്നുള്ളതിൽ മാത്രം ഒതുങ്ങുമോ എന്നുള്ളതാണ്. മറ്റ് 6 പേരെ ഒഴിവാക്കിക്കൊണ്ടാണ് പുതിയ നേതൃത്വത്തെ രൂപീകരിച്ചിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു ഇടപെടൽ പത്തനംതിട്ടയിൽ എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്? അത് വിഭാഗീയത കുറയ്ക്കാൻ സഹായകരമാകുമോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ അതിന്റെ ഒരു തിരിച്ചടി നിലവിൽ ഉണ്ടായിരുന്ന കമ്മിറ്റിയുടെ പോരായ്മ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുമാണ് പാർട്ടി. ഇപ്പോഴത്തെ കമ്മിറ്റി എന്ത് രീതിയിൽ രൂപീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്? സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു ഇടപെടൽ ഇതിനകത്ത് കർശനമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ധന്യ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് പുതിയ പാനൽ ജില്ലാ കമ്മിറ്റിയിലേക്ക് അവതരിപ്പിക്കുന്ന സമയത്ത് ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ സെക്രട്ടറിയായ കൃഷ്ണകുമാറിന്റെ പേര് SFIയുടെ മുൻ ജില്ലാ പ്രസിഡന്റായ രാജീവ് നിർദ്ദേശിക്കുകയുണ്ടായി. ഇതോടുകൂടി ആ പാനൽ അവതരിപ്പിച്ച സ്ഥലത്ത് വലിയ ബഹളമുണ്ടായി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഉദയഭാനു അടക്കമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് മൗനം പാലിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു. പക്ഷെ വലിയ ബഹളം ഇതിനകത്ത് ഉണ്ടാവുകയും അനുനയിപ്പിക്കാൻ വേണ്ടി ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ ഇടപെടുകയും ചെയ്തു. പക്ഷേ അനുനയത്തിന് അവർ തയ്യാറായതുമില്ല. ഇതോടുകൂടി സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദൻ അതിനകത്ത് ഇടപെട്ട് അവരെ അനുനയ ശ്രമത്തിലേക്ക് കൊണ്ടുവരികയും അതിനകത്ത് പ്രശ്നപരിഹാരത്തിലേക്ക് എത്തുകയും ചെയ്തു. എന്തായാലും ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ സെക്രട്ടറിയായ കൃഷ്ണകുമാറിന്റെ പേര് SFIയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് മുന്നോട്ട് വെച്ചെങ്കിലും അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അവരെ അനുനയിപ്പിച്ചിട്ടാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇടപെട്ട ആ പ്രശ്നം പരിഹരിച്ചത്. പിന്നീട് ജില്ലാ സെക്രട്ടറിയുടെ പേരിലേക്ക് പ്രഥമ പരിഗണനയായിട്ട് സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ച രാജു എബ്രഹാമിന്റെ പേര് പരിഗണിക്കുകയാണ് ചെയ്തത്.